നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായ ആഘോഷങ്ങളുടെ തിരുനാളുകളുടെ തിരുനാളാണ് ഈസ്റ്റർ. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. 1 കൊരിന്ത്യർ 15:17. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ അനുഭവം. ഉയർപ്പില്ലെങ്കിൽ വിശ്വാസത്തിന് അർത്ഥമില്ല, രക്ഷയുടെ പ്രത്യാശയുമില്ല. മാലാഖ പറയുന്നു, അവനിവിടെയില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. മത്തായി 28:6. കർത്താവ് മറിയത്തോട് പറയുന്നു, നീ ശിഷ്യന്മാരോട് പറയുക, അവർ എന്നെ ഗലീലയിൽ കാണുമെന്ന്. മത്തായി 28:10. എമ്മാവോസിൻ്റെ വഴിയിൽ ഈശോ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറയുകയാണ്, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതിൻ്റെ പൂർത്തീകരണമാണ് താനെന്ന്. ലൂക്കാ 24:25. ക്രിസ്തു സഹനങ്ങൾക്കപ്പുറം മഹത്വത്തിൽ പ്രവേശിക്കണമായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഉത്ഥാനം പ്രത്യാശ പകരുന്ന തിരുനാളാണ്. പുതിയ ജീവിതത്തിൻ്റെ പ്രതീകവും. ദുഃഖത്തിനും മരണത്തിനും മേൽ വിജയം നേടാമെന്ന പ്രത്യാശ നൽകുന്നു. ദുഃഖങ്ങൾ മാറി സന്തോഷവും, അന്ധകാരം മാറി പ്രകാശവും, സംശയം മാറി സമാധാനവും, സ്നേഹവും പ്രത്യാശയും സന്തോഷവും സാധ്യമാണ് എന്ന് പഠിപ്പിക്കുന്നു. ഏത് ഇരുണ്ട ഘനീഭവിച്ച ഹൃദയങ്ങളിലും പ്രകാശത്തിൻ്റെ ഒരു കണികയുണ്ടെന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിരുകളില്ലാത്ത പ്രത്യാശ, എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലും മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം, ഏത് ഇരുള് നിറഞ്ഞ ദുഃഖങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഒരു പ്രകാശത്തിൻ്റെ ചൈതന്യം ഒളിമങ്ങാതെ കിടക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പറയാറില്ലേ, സ്നേഹത്തിൻ്റെ പ്രകാശമുള്ളിടത്ത പ്രത്യാശ ഒരിക്കലും അണയുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഈസ്റ്റർ ഒരു നവോത്ഥാനത്തിൻ്റെ, പുതുമയുടെ, പ്രതീക്ഷയുടെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ ആകത്തുകയാണ്. അഗാധമായ വേദനയുടെ ദുഃഖവെള്ളിയിൽ നിന്ന് അനന്തമായ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തെ പ്രകാശ വിപ്ലവം കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിൻ്റെ വാഗ്ദാനം അവൻ പൂർത്തിയാക്കുകയാണ്. സ്വസഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ മാതൃകയായി കാണിച്ചു തന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷീകരണം, അതിൻ്റെ പരിപൂർത്തിയാണ് ഈ പുനരുത്ഥാനം. അങ്ങനെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ അനുദിന ജീവിതത്തെ നവീകരിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ജീവനുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ഈ ഈസ്റ്റർ. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ഉള്ളിൽ വേരൂന്നിയ തത്വങ്ങളെയും ഈശോയുമായുള്ള ബന്ധത്തിൽ പുനരുദ്ദീപിപ്പിക്കുന്നതിനും വിലയിരുത്തുവാനും പുതുക്കുവാനുമുള്ള ഒരു അവസരം കൂടിയാണ്, ഒരു വിളിയാണ് ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് അണപൊട്ടി ഒഴുകുന്ന സന്തോഷമാണ്, പിടിച്ചു നിർത്താനാവാത്ത സന്തോഷമാണ്. മഗ്ദലന മറിയം യഥാർത്ഥത്തിൽ ഓടുകയായിരുന്നു കല്ലറയിലേക്ക്. അവിടെ എന്തായിരിക്കുമെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും തങ്ങൾ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഈശോയെ, ഗുരുവിനെ കാണാൻ, മരിച്ചു കിടക്കുന്ന അവസ്ഥയിലും അവനെ ശുശ്രൂഷിക്കാൻ, കൂടുതൽ പരിചരിക്കാൻ അവർ ഓടിയെത്തുകയാണ്. ഹൃദയപൂർവ്വം തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ സ്വയം വെളിപ്പെടുത്തുമെന്ന് ജെറമ്യ 29:13 പറയുന്നു. പേരെടുത്ത് ചൊല്ലി വിളിക്കുന്നവനാണ് ദൈവം. ഐസയ 43:1. അവളെ പേര് ചൊല്ലി വിളിക്കുകയാണ് മറിയം. അവൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു, അവയെ പേര് ചൊല്ലി വിളിക്കുകയും അവർ എന്നെ അനുഗമിക്കുകയും ചെയ്യുമെന്ന്. യോഹന്നാൻ 10:3. അവിടുത്തെ ആ വിളി, അതിലടങ്ങിയിരിക്കുന്ന സ്നേഹവും വികാരവും അവൾ തിരിച്ചറിയുന്നു. റബ്ബി എന്ന് പറഞ്ഞ് അവൾ അവിടുത്തെ പാദങ്ങളിൽ വീഴുകയാണ്. ദൈവത്തെ മനുഷ്യന് തടഞ്ഞു നിർത്താനാവുമോ? മനുഷ്യനിർമ്മിതമായ കല്ലറയ്ക്ക് അവനെ തടഞ്ഞു നിർത്താനാകില്ല. അവൻ കല്ലറകൾ തുറന്ന് പുറത്തു വന്നു. ദേവദൂതൻ പറഞ്ഞു, അവൻ ഇവിടെയില്ല. ഇപ്പോൾ ദൂതൻ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി അതിൽ ഇരുന്നു. അപ്പോൾ കർത്താവിന് പുറത്തു വരാനായിരുന്നില്ല അവൻ ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയത്, മറിച്ച് കല്ലറയുടെ ശൂന്യത മറിയന്മാർക്ക് തുറന്നു കാണിക്കുവാൻ, അവരിലൂടെ നമ്മെ ഓരോരുത്തരെയും തുറന്നു കാണിക്കുവാൻ ഈശോ അതിനു മുമ്പേ പുറത്തെത്തിയിരുന്നു. ദുഃഖവെള്ളിയുടെ അനുഭവം, അതിരില്ലാത്ത, അവസാനമില്ലാത്ത പീഡകളുടെ, ദുഃഖത്തിൻ്റെ അങ്ങേയറ്റം, നിരാശകളുടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട അന്ധകാരത്തിൻ്റെ അഗാധതയിലേക്ക് വീണുപോകും എന്ന് ചിന്തിച്ചിടത്ത് നിന്ന്, പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത് നിന്ന്, അസാധ്യം, അസംഭവ്യം എന്നൊക്കെ ചിന്തിച്ചെടുത്ത് നിന്ന് ഒരു രക്ഷയുടെ, സന്തോഷത്തിൻ്റെ, പുറപ്പെടലിൻ്റെ, തിരിച്ചുവരവിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുക. ലാസർ മരിച്ച 4-ാം ദിവസമാണ് ഈശോവനെ കാണാനെത്തുന്നത്. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിന്ന്
കർത്താവ് മറിയത്തോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. യഥാർത്ഥത്തിൽ ദൈവമഹത്വം കാണാൻ, അതിൻ്റെ പുതിയ അനുഭവത്തിൽ ജീവിക്കാൻ നമ്മെ വിളിക്കുകയാണ്, ഒരുക്കുകയാണ് ഈസ്റ്റർ ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഒരു ബന്ധനവും ഒരു കല്ലറിയും ദൈവത്തിൻ്റെ രക്ഷയ്ക്കപ്പുറമല്ല, അതീതമല്ല എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നേടിത്തന്ന വെറുമൊരു സന്തോഷം മാത്രമല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ ഒരു ജീവിക്കുന്ന അനുഭവമായി മാറാനുള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.